അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. താൽക്കാലികമായ ഒരു പാർപ്പിടമെന്ന് മാത്രം. നമ്മുടെ നിത്യമായ പാർപ്പിടം ശോഭന തീരമാണ്, സ്വർഗമഹാരാജ്യമാണ്. ആ നിത്യമായ പാർപ്പിടത്തിലേക്ക് നാം ഇക്കരെ നിന്ന് അക്കരയിലേക്ക് പോകുന്നവരാണ്. ആ പാർപ്പിടത്തിലേക്ക് നാം ചെന്നെത്തുവാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി ജാഗരിക്കുകയും ചെയ്യുന്നവരാണ്. ഇതിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നാം ഓരോരുത്തരും അക്കരെ ദേശത്ത് ചേരണം. അവിടെ ചെല്ലുമ്പോഴാണ് നാം അറിയുന്നത്, അയ്യോ, എൻ്റെ ഹൃദയത്തിൽ കർത്താവ് ഇല്ലായിരുന്നല്ലോ, യേശുക്രിസ്തു എൻ്റെ ഉള്ളത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന്. അത് വലിയ പരിഭ്രാന്തിയായി തീരും, വലിയൊരു തീർത്താൽ തീരാത്ത വേദന വിഷയമായി തീരും. ചാകാത്ത മുഴുവൻ കെടാത്ത തീയം എന്നൊക്കെ പറയുന്നതാണ്. കരച്ചിലും പല്ലടിയും എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. യാതനയുടെയും വേദനയുടെയും കരച്ചിലും നിരാശയുടെ പല്ലുകടിയും. ഈ അക്കരെ ദേശത്ത് ആ അനുഭവം നമുക്ക് വരാതിരിക്കണമെങ്കിൽ ഇക്കരെ വെച്ച് നമുക്ക് കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ ലഭിക്കണം. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ അനേകം ആളുകളുണ്ട്. പക്ഷേ
ഈ അക്കരെ കർത്താവിൻ്റെ രാജ്യത്തിൽ എത്തിച്ചേരുന്നത് തുലവും ചുരുക്കമാണ്. കർത്താവ് പറഞ്ഞു, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ല താനും. പലരും കടക്കാൻ നോക്കുമെന്ന് പറയുന്നത് ആ വാതിൽ കണ്ടെത്തുന്നത് തന്നെ ചുരുക്കമാണ്. ജീവൻ്റെ വാതിൽ കണ്ടെത്തുന്നത് ചുരുക്കമാണ്. പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ല താനും. കണ്ടെത്തി കഴിഞ്ഞാലും ആ ഇടുക്കവും ഞെരുക്കവുമുള്ള വാതിൽ കൂടി അപ്പുറത്തേക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത് ചുരുക്കമാണ്. കർത്താവ് പറഞ്ഞ ഈ വാക്യത്തിൻ്റെ ഗൗരവം പലപ്പോഴും നാം ചിന്തിക്കാറില്ല. പൊതുവെ മനുഷ്യർ ഈ ലോകകാര്യങ്ങളിൽ ബന്ധപ്പെട്ടും ഭാരങ്ങളും പ്രയാസങ്ങളും ആകുലങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയിട്ട് വരയുന്നതുകൊണ്ട് ഇതൊന്നും ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. എൻ്റെ ഭാവി എന്ത്, എൻ്റെ ജീവിതത്തിൽ വാസ്തവമായി ഞാൻ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുമോ, ഇതൊക്കെ ചിന്തിക്കാൻ പലപ്പോഴും നാം മെനക്കെടാറില്ല. വാസ്തവത്തിൽ വലിയൊരു സത്യം 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതായ AD 97 അടുത്ത് ആ കാലത്ത് എഴുതപ്പെട്ട വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു, ജീവനുള്ള ക്രിസ്തു സഭയ്ക്ക് പുറത്താണ് എന്ന്. സഭയ്ക്ക് വെളിയിലാണ് ക്രിസ്തു. വളരെ വേദനാകരമായ കാര്യമാണ്. സഭയുണ്ട്, വിശ്വാസികളുണ്ട്, പ്രാർത്ഥനാക്കൂട്ടങ്ങളുണ്ട്, വളരെ പേടിപ്പിക്കപ്പെട്ട് ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. പക്ഷേ പൊതുവായി പറയുമ്പോൾ സഭയ്ക്ക് വെളിയിലാണ് ക്രിസ്തു. സഭയ്ക്ക് വെളിയിലാണ്. ഒന്നാമത്തെ സഭ ഏഷ്യാമൈനറിലെ സഭ എഫേസസ് സഭയാണ്. ആ സഭയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് അതിവേദനയോട് പറയുന്നത് നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്ന് ഒരു കുറ്റത്തിനെക്കുറിച്ച് പറയുവാനുണ്ട്. 7 കാര്യങ്ങളിനെക്കുറിച്ച് നല്ലത് പറയാനുണ്ടെങ്കിലും ആദ്യ സ്നേഹം പോയി. നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നീക്കാതിരിക്കണമെങ്കിൽ, വിളക്കോ കിട്ടുപോയല്ലോ, വിളക്കിൽ എണ്ണയില്ല, വിളക്ക് കിട്ടുപോയി, ആ നിലവിളക്ക് അതിൻ്റെ ലാമ്പ് സ്റ്റാൻഡിൽ നിന്ന് മാറാതിരിക്കണമെങ്കിൽ അതിവേഗം മാനസാന്തരപ്പെടുക എന്നാണ് പറയുന്നത്. സഭയോടെ പറയുന്നത് മാനസാന്തരപ്പെടുക എന്ന്. വെളിയിൽ നിൽക്കുന്നവരോടല്ല പറയുന്നത്, സഭയ്ക്കുള്ളിലുള്ളവരോട് പറയുകയാണ് അതിവേഗം മാനസാന്തരപ്പെടുക. അല്ലഞ്ഞാൽ ഞാൻ വരികയും നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. നിലവിളക്ക് മാറിപ്പോകും. ആ ലാമ്പ് സ്റ്റാൻഡിൽ, വിളക്ക് വയ്ക്കാനുള്ള സ്റ്റാൻഡിൽ നിന്ന് വിളക്ക് മാറ്റിക്കളയുമെന്ന്. വളരെ ഗൗരവമേറിയ കാര്യമാണ്. രണ്ടാമത്തെ സഭയായ സ്മൃർന്ന സഭയോട് പറയുമ്പോൾ പീഡകളേറെ സഹിച്ചും വിഷമിച്ചും പോവുകയാണ്. ആ കാലയളവിൽ ചക്രവർത്തിമാരുടെ പീഡനങ്ങൾ, റോമൻ കൈസർമാർ പാവപ്പെട്ട ജനതയെ പീഡിപ്പിക്കുന്നു, ഞെരുക്കുന്നു. അങ്ങനെ വലയുന്ന സമയത്ത് കർത്താവ് പറയുന്നു, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. ദുഃഖത്തിൽ നിരാശയിൽ കഴിയുകയാണ് സ്മരണ സഭയിലെ ആളുകൾ, വേദനയിൽ വാടിക്കഴിയുകയാണ്. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. ഒരു നിശ്ചിത സമയത്തേക്ക് നിനക്ക് ഉപദ്രവം ഉണ്ടാകും. 10 ദിവസത്തേക്ക് നിനക്ക് ഉപദ്രവം ഉണ്ടാകും. നിനക്ക് ഇന്നുള്ള ഈ ഉപദ്രവം അധികം നാൾ നിൽക്കുകയില്ല. 10 ദിവസത്തേക്ക് ഉപദ്രവം ഉണ്ടാകും. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ ചിലരെ പിശാച് തടവിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ്റെ ജയിലറയിൽ കൊടുക്കാൻ പിശാച് നോക്കുന്നുണ്ട്. പക്ഷേ നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. 10 ദിവസത്തേക്ക് നിനക്ക് ഉപദ്രവം ഉണ്ടാകും. നീ ജയിച്ച് നിന്നാൽ നിനക്ക് പ്രതിഫലമുണ്ട്. മരണപര്യന്തം വിശ്വസ്തനായി നിന്നാൽ നിനക്ക് പ്രതിഫലമുണ്ട്. ജീവകിരീടം നിനക്ക് തരും. മൂന്നാമത്തെ സഭയായി പർഗമോസഭയോട് പറയുമ്പോഴേക്കും കർത്താവ് പിന്നെ അതിൻ്റെ കുറ്റമാണ് പറയുന്നത്. സ്മരണസഭയെക്കുറിച്ച് പ്രത്യേകിച്ച് കുറ്റം പറയുന്നില്ല, അതൊരു ഭാഗ്യമാണ്. സ്മരണസഭയെക്കുറിച്ച്, രണ്ടാമത്തെ സഭയെക്കുറിച്ച് പറയുമ്പോൾ കുറ്റമായിട്ടൊന്നും പറയുന്നില്ല. കുറേ കഷ്ടപ്പാടുണ്ട്, പക്ഷേ അത് നീ സഹിച്ചേ പറ്റൂ എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ സഭയായ പെർഗമോസഭയെക്കുറിച്ച് പറയുമ്പോഴേക്കും കർത്താവ് പറയുന്നു, നിങ്ങൾ പലരും വിഗ്രഹാരാധനയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. ദൈവീകമായ ആലോചനകൾ വിട്ട് പൈശാചിക ആലോചനകളിലേക്ക് നിങ്ങൾ വീണു പോയിട്ടുണ്ട്. നിങ്ങൾ തകർന്നു പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപകടം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. നീയും മാനസാന്തരപ്പെടുക. നാലാമത്തെ സഭയായ തൊയ്ത്തേര സഭയോട് പറയുമ്പോൾ കർത്താവ് പറയുന്നു, നീ ലൗകികമായ മോദങ്ങളും ലൗകികമായ ചിന്താഗതികൾ വെച്ചുകൊണ്ട് നീ ഇന്നും മാനസാന്തരമില്ലാതെ കഴിയുന്നു. ബലികർമാസക്തിയായ ഒരു സഭയാണ് നീ. ജാതീയമായ മര്യാദപ്രകാരം ജീവിക്കുന്നു. പുറജാതികൾക്കുള്ളതായ ചില ചിന്താഗതികൾ നീ പുലർത്തുന്നു. പുറജാതികൾക്കുള്ളതായ ചില പാരമ്പര്യങ്ങളും ആചാരങ്ങളും നീ പുലർത്തിക്കൊണ്ടിരിക്കുന്നു. നീ മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ നിനക്ക് ശിക്ഷ വരുമെന്ന് പറയുന്നു. അഞ്ചാമത്തെ സഭയായ സാധ്യ സഭയോട് പറയുമ്പോൾ കർത്താവ് പറയുന്നു, നിനക്ക് ജീവനുള്ള പേരുണ്ട്, എങ്കിൽ നീ മരിച്ചവനാകുന്നു.
ആത്മാവ് മരിച്ചിരിക്കുന്നു. ആത്മാവ് മരിച്ചാൽ ദൈവത്തിൽ പോകില്ലല്ലോ. ജീവനുള്ളത് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നു കൊള്ളുക. നിനക്ക് ബാക്കി അല്പം ശേഷിപ്പുണ്ട്, അത് ചാവാറായിരിക്കുകയാണ്. ചാവാറായി നിൻ്റെ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. എങ്കിലും ഞാൻ അവിടെ ഒരു ഗുണം കാണുന്നുണ്ട്. നിന്നിൽ അഥവാ സൗദി സഭയിൽ ഉടുപ്പ് മലിനമാകാത്ത കുറേ പേരുണ്ട്. ഉടുപ്പ് മലിനമാകാത്ത കുറച്ച് പേർക്ക് വിശുദ്ധിയുടെ വെണ്മയുള്ള വസ്ത്രം ധരിച്ച് നിൽക്കാൻ ചിലർക്ക് സാധിച്ചിട്ടുണ്ട്. ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സദീസിൽ നിനക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. അടുത്ത സഭയോട് പറയുമ്പോൾ, ഫിലദെൽഫിയ സഭയോട് പറയുമ്പോൾ, 6ാമത്തെ സഭയോട് പറയുമ്പോൾ കർത്താവ് വളരെ സന്തുഷ്ടനാണ്. ആ സഭയെക്കുറിച്ച് കർത്താവ് കുറ്റമൊന്നും പറയുന്നില്ല. അവരെ ശ്ലാഘിക്കുകയാണ്, അവരെ അഭിനന്ദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവർക്ക് കർത്താവ് നല്ല മനോഹരമായ വാഗ്ദാനങ്ങൾ നൽകുകയാണ്. ഇതിനു മുമ്പേ ഞാനൊരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്, അത് ആർക്കും അടച്ചുകൂടാന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ തുറന്നു വെച്ചിട്ടുണ്ടൊരു വാതിൽ, ആ വാതിൽ ആർക്കും അടച്ചുകൂടാ. ആര് വിചാരിച്ചാൽ അടയ്ക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ആർക്കും അടയ്ക്കാൻ വയ്യാത്ത ഒരു വാതിൽ ഞാൻ നിൻ്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. നീയും ജയാളിയായി തീരുക. ഒടുവിലത്തെ സഭയോട് പറയുന്ന ദൂതാണെന്ന് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ലവോദിക്ക സഭ. 7ാമത്തെ സഭ. ആ സഭയോടും കർത്താവ് പറയുന്നത് ഞാൻ അകത്തല്ല എന്നാണ്. അകത്തല്ല, ഞാൻ ദൂരെ പോയിട്ടില്ല, അടുത്തുണ്ട്, വാതിൽക്കൽ തന്നെയുണ്ട്. പക്ഷേ ഞാൻ വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നീ എനിക്ക് വേണ്ടി തുറന്നു തന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ ലവോദിക്ക സഭയ്ക്കുള്ള ദൂത് നാം പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാനുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നാം രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടമെന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ ഇന്ന് എല്ലാ തിന്മയും നടമാടുന്നു. കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ നാം വളരെ ഭക്തരായിട്ട് കാണപ്പെടും. വേദപുസ്തകമുണ്ട് കയ്യിൽ, അതിൽ കുരിശടയാളം കാണും, പുറത്ത് നല്ല ഒരു കവറുണ്ട്, എല്ലാം മനോഹരമാണ്. പ്രാർത്ഥന നിരതരാണ് താനും. യോഗത്തിന് വരുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കും. പക്ഷേ ഈ യോഗം കഴിഞ്ഞങ്ങ് പോയി കഴിയുമ്പോഴേക്കും നമ്മിൽ പലരുടെയും ജീവിതത്തിൽ പാപം നടമാടുന്നത് കാണാം, പാപം നൃത്തം ചെയ്യുന്നത് കാണാം. ഒരു കൂസലുമില്ലാതെ പാപത്തിലേക്ക് പോകുന്ന മനുഷ്യർ കൂട്ടായ്മയിൽ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയല്ല, കൂട്ടായ്മയിൽ വരികയിലും ജീവിതത്തിൽ നിന്ന് പാപം മാറുന്നില്ല. പാവം ഇപ്പോഴും ജീവിതത്തിലുണ്ട്. ഇന്നലെ പാവത്തോട് പോരാടുന്നുണ്ടോ? അതുമില്ല. എല്ലാം ദൈവം ക്ഷമിച്ചുകൊള്ളും ഒരു സാധാരണ ധാരണ മാത്രം. ദൈവം ക്ഷമിച്ചുകൊള്ളും. ദൈവമല്ലേ, ദൈവസ്നേഹമല്ലേ. അനേകരെ ആശ്വസിക്കുകയാണ് ദൈവം ക്ഷമിച്ചുകൊള്ളും എന്ന്. A.W. ടോസർ എന്ന് പറയുന്ന ഒരു അനുഗ്രഹീതനായ മഹാവിജ്ഞാനിയായ ഒരു ദൈവദാസൻ എഴുതിയ ഒരു പുസ്തകം ഞാൻ ഇപ്പോൾ വായിക്കുകയുണ്ടായി. ഞാൻ വായിച്ചു. അദ്ദേഹം പറയുകയാണ്, ക്രിസ്ത്യാനികളെന്ന് പേരുള്ള അനേകരും ഇന്ന് വാസ്തവത്തിൽ ക്രിസ്തീയ വിശ്വാസം പുലർത്തുന്നില്ല. അവരുടെ ജീവിതത്തിൽ ക്രിസ്തീയത്വം ഇല്ല. വിശ്വാസികളെന്ന് പറയുന്നവർ ഇന്ന് പലരും വിശ്വാസികളല്ല, അവിശ്വാസികളാണ്. ഭൗതികമായ ലാക്ക് മാത്രമേ അവർക്കുള്ളൂ. ഈ ലോക ജീവിതം മാത്രം ലാക്കാക്കുന്ന അനേക ആളുകൾ വേറെയുണ്ട്. അവർ വിശ്വാസികളാണെന്ന് അഭിമാനിക്കുന്നില്ല, അവർ നിരീശ്വരരാണ്. എന്നാൽ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ ഇന്ന് ഈ ലോക ജീവിതത്തിൽ ആത്മീയമായ യാതൊരു നിർണയവുമില്ലാതെ, യാതൊരു തത്വദീക്ഷയുമില്ലാതെ ഏറ്റവും ഹീനമായി ജീവിക്കുന്നത് കാണുന്നു. ആ ഗ്രന്ഥകാരൻ, അനുഗ്രഹീതനായ ഒരു ഗ്രന്ഥകാരനാണ്. അദ്ദേഹം പറയുകയാണ്, A.W. ടോസർ, അദ്ദേഹം പറയുകയാണ്, മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് ക്രിസ്തുവാണ് എന്നുള്ള കാര്യം ക്രിസ്ത്യാനികൾ മറന്നുപോയിരിക്കുന്നു. ജീവിതത്തിൽ നിന്ന് ക്രിസ്തു മാറിപ്പോയിരിക്കുന്നു. അതുമൂലം ദൈവനാമം ദുഷിക്കപ്പെടുന്നു. ദൈവനാമമാണ് ദുഷിക്കപ്പെടുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്? ഇന്ന് വിശുദ്ധ കൂട്ടായ്മകൾക്ക് ഉള്ള ഏറ്റവും വലിയ ശത്രുക്കളാരാണെന്നറിയാമോ? ദൈവവിശ്വാസികൾക്കുള്ള ശത്രുക്കളാരാണെന്നറിയാമോ? നിരീശ്വരരാരുമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയല്ല, ഏതെങ്കിലും മറ്റ് മതവിഭാഗങ്ങളല്ല. വിശ്വാസികൾക്കുള്ള ഏറ്റവും വലിയ ശത്രുക്കൾ വിശ്വാസികൾ തന്നെയാണ്, വിശ്വാസികൾ എന്ന് പറയുന്നവർ തന്നെയാണ്. നമ്മുടെ ഈ ചെറിയ കൂട്ടായ്മ ദൈവം കൃപ ചെയ്ത് കർത്താവ് നിലനിർത്തിക്കൊണ്ട് വരുന്നു. എന്നാൽ ഈ കൂട്ടായ്മയുടെ അകത്തുള്ളവർ തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ. ആരും തെറ്റിദ്ധരിക്കരുത്. യേശുക്രിസ്തു പറഞ്ഞതായി വചനത്തിനനുസരിച്ച് ജീവിക്കാതെ കൂട്ടായ്മയിൽ വരുന്നവരാണ് കൂട്ടായ്മയുടെ ശത്രുക്കൾ. അവർ മൂലമാണ് ദൈവനാമം ദുഷിക്കപ്പെടുന്നത്. അവരുടെ പണമിടപാടുകളിൽ കൃത്യതയില്ല, അവരുടെ വ്യക്തി ജീവിതത്തിൽ വിശുദ്ധിയില്ല,
അവർ രഹസ്യ ജീവിതത്തിൽ അല്പം പോലും വിശുദ്ധിയില്ല. അവരുടെ പെരുമാറ്റത്തിൽ അല്പം പോലും വിശുദ്ധിയില്ല. പുറമേ ഭംഗിയായിട്ട് അഭിനയിക്കാൻ അറിയാം. നമുക്ക് ചില വേദപുസ്തകത്തിലെ ചില വാക്കുകൾ നമുക്കറിയാം. അതൊക്കെ ദൈനംദിന ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നാം സംസാരത്തിൽ ഈ വേദപുസ്തക വാക്കുകളൊക്കെ വരും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അതില്ലാതെ വരുന്നു. വളരെ ഭയത്തോടുകൂടി ഞാൻ ചിന്തിക്കുകയാണ് ഭയത്തോടു കൂടി. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തോട് നിരന്തരം പറയുന്നൊരു കാര്യമാണ്, കർത്താവേ, ഞാൻ നിൻ്റെ അത്ഭുത സ്നേഹത്താൽ ഞാൻ രക്ഷ അനുഭവിച്ചു. ഈ രക്ഷയുടെ അനുഭവത്തിൽ ഇത്രയും കാലം നീ എന്നെ നിലനിർത്തി. എൻ്റെ കർത്താവേ, ഈ അവസാന കാലത്ത് ഒരു കാരണവശാലും ഞാൻ മൂലം ദൈവനാമം രക്ഷിക്കപ്പെടേണ്ടി വരരുത്. ഞാൻ മൂലം, എൻ്റെ ഒരു സംസാരം മൂലം, എൻ്റെ ഒരു ചലനം മൂലം, എൻ്റെ ഒരു പ്രവൃത്തി മൂലം ഇതാണോ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്നവനെന്ന് ആരും ആക്ഷേപിക്കാണ്ട് വരരുത്. ഇവനാണോ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്ന് പറയാനിട വരരുത്. ഇവനാണോ ക്രിസ്തുവിൻ്റെ വേലക്കാരൻ എന്ന് പറയാനിട വരരുത്. എൻ്റെ രഹസ്യ ജീവിതം കാണുന്ന ക്രിസ്തു എന്നിൽ പ്രസാദിച്ചിരിക്കണം. എൻ്റെ രഹസ്യ ജീവിതം മുഴുവൻ കാണുന്ന ക്രിസ്തു എന്നിൽ പ്രസാദിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം പൂജ്യമായിപ്പോയി, നഷ്ടമായിപ്പോയി, തീരാ നഷ്ടമായിപ്പോയി. ഞാൻ എന്നോട് തന്നെ പറയാനുള്ള കാര്യമാണ് ഈ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വീണ് പോകുമെന്നല്ല, പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, വീഴാതെ എന്നെ പിടിച്ചുകൊള്ളണമേ എന്ന്. കാരണം അത്ര വഴുവഴുപ്പുള്ള നിലത്തുകൂടിയാണ് നടക്കുന്നത്. വഴുവഴുപ്പുള്ള നിലം തെന്നിപ്പോകും, ഏത് സമയത്തും തെന്നി വീഴാവുന്നതാണ്. അതുപോലെ വഴുവഴുപ്പുള്ള ഒരു പ്രതലത്തിൽ കൂടിയാണ് നമ്മുടെ നടപ്പ്. അപ്പോൾ ഏതെങ്കിലും ചെറിയൊരു ശ്രദ്ധക്കുറവ് വന്നാൽ ആകെ വീണു പോകും. പലരും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ഒരു ചെറിയ അശ്രദ്ധ വന്നാൽ മതി, ചെറിയ സൂക്ഷ്മതക്കുറവ് വന്നാൽ മതി, വീണു പോകും. ചെളി പുരളും. നാം ചെളിയിൽ വീണമെന്ന് പോയതല്ല, വീണമെന്ന് വിചാരിച്ചതല്ല. ചെളി പിണയും, ചെളി ഒന്ന് വീഴും, നമ്മുടെ ഡ്രസ്സെല്ലാം ചീത്തയാകും, വീഴും. ചിലപ്പോൾ നമുക്ക് പരുക്ക് പറ്റുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ അനേകം പേരെ പരിക്ക് പറ്റി കിടക്കുകയാണ്. വീണതുകൊണ്ട് പരിക്ക് പറ്റി കിടക്കുകയാണ്. അനേകം മുറിവുകൾ. ദൈവത്തിന് സ്തോത്രം. സ്വന്തം കുടുംബത്തിൽ തന്നെ മുറിവുകൾ, സ്വന്തം ഭാര്യയുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ തന്നെ മുറിവുകൾ, മാതാപിതാക്കളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ മുറിവുകൾ, ഹൃദയത്തിൽ വ്രണങ്ങൾ പേറി കഴിയുന്നു. വ്രണങ്ങൾ, തീരാത്ത മുറിവുകൾ, ഉണങ്ങുന്നില്ല, ഉണങ്ങാത്ത മുറിവുകൾ. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ശോധന ചെയ്ത് നോക്കൂ. ഉണങ്ങാത്ത മുറിവുകളുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും ക്ഷമിക്കാത്തതുണ്ടോ? ഉള്ളഴിഞ്ഞ് ക്ഷമിക്കാത്ത ഏതെങ്കിലും കാര്യം ആരോടെങ്കിലും ക്ഷമിക്കാത്തത് നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ടോ? പലതും നാം ക്ഷമിച്ചു നോക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയും, പക്ഷേ നാം ക്ഷമിച്ചിട്ടില്ല, ഹൃദയത്തിൽ ക്ഷമിച്ചിട്ടില്ല. ഗൗരവമേറിയ കാര്യമാണ് ഈ പറയുന്നത്. ഉണങ്ങാത്ത മുറിവുകൾ സ്വന്തം ഭർത്താവിനോടായിരിക്കും. ഭർത്താവിൻ്റെ ചില പെരുമാറ്റങ്ങൾ ഉണങ്ങാത്ത മുറിവായിട്ട് ഹൃദയത്തിലുണ്ടായിരിക്കും. ക്ഷമിച്ച് കളയുക, ക്രിസ്തുവിൻ്റെ ഭാവം കൊണ്ട് ക്ഷമിക്കുക. സ്വന്തം ഭാര്യയായിരിക്കും. ഭർത്താവിൻ്റെ ചില വാക്കുകൾ, കുത്തി നോവിക്കുന്ന വാക്കുകൾ, കീറിമുറിക്കുന്ന വാക്കുകൾ, ചിലപ്പോൾ ആ പാവം സ്ത്രീയുടെ ഹൃദയത്തിൽ നൊമ്പരമെത്തിയെന്ന് മാത്രമല്ല അത് വ്രണപ്പെട്ടിട്ടുണ്ടാകും. അവിടെ ഭാര്യ കണ്ണടച്ച് ക്ഷമിക്കുക, സഹിക്കുക. ക്രിസ്തീയ ജീവിതം സഹനമാണ്. സഹിക്കുക, സന്തോഷത്തോടെ സഹിക്കുക. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റുമുട്ടുന്നതായ അനേകം സംഭവങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹിച്ചെങ്കിലേ നമുക്ക് വിജയമുള്ളൂ. സഹിക്കുന്നെങ്കിൽ കൂടെ വാഴുമെന്നാണ് വചനം പറയുന്നത്. തിമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, സഹിക്കുന്നെങ്കിൽ കൂടെ വാഴും. സഹിക്കണം. നമ്മുടെ മുറിവുകൾ നാം ഇന്ന് പേറിക്കൊണ്ട് നടക്കുന്നില്ലേ പലരും? ഇല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. ക്ഷമിക്കാത്ത ചില വ്രണങ്ങളില്ലേ? ക്ഷമിക്കാത്ത ചില കാര്യങ്ങളില്ലേ? മക്കളോട് ക്ഷമിക്കാത്ത മാതാപിതാക്കളോട് ക്ഷമിക്കാത്ത മക്കൾ, അവരുടെ ഉള്ളിൽ പല നീറ്റലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നീറ്റലുകൾ, ഈ നീറിപ്പടർന്ന് പിടിക്കുന്നതായ വ്രണങ്ങൾ, അത് മാരകമായി തീരും. നിത്യജീവൻ നഷ്ടപ്പെടുന്നതായി തീരും. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ മുറിവുകളില്ലേ എന്ന്. ഹൃദയത്തിലെ വ്രണങ്ങൾ, ഹൃദയത്തിലേതായ മുറിവുകൾ, ചിലരുടെ വാക്കുകൾ നിങ്ങൾക്ക് വരുത്തി വെച്ചായ മുറിവുകൾ, വാക്കുകൾ കൊണ്ടുള്ള മുറിവുകൾ, കഠാരി കൊണ്ട് ആഞ്ഞ് കുത്തുന്നത് പോലെ ചില വാക്കുകൾ നിങ്ങൾ കേട്ടത്, നിങ്ങളെ പരിഹസിച്ചത്, നിങ്ങളെ അപമാനിച്ചത്, നിങ്ങളെ അഗണ്യമാക്കിയത്, നിങ്ങൾക്ക് പല ദോഷം വരത്തക്കൊണ്ട് സംസാരിച്ചത് എന്ന് വേണ്ട പലതും നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ നീറിപ്പിടിച്ച് നിൽക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയണം. എല്ലാം മാറണം. യേശുക്രിസ്തു എങ്ങനെ സഹിച്ചു അതുപോലെ സഹിക്കണം. സ്തോത്രം. യേശുക്രിസ്തു എങ്ങനെ ഇതെല്ലാം നേരിട്ടു? അപമാനത്തെ എങ്ങനെ നേരിട്ടു? യേശുക്രിസ്തു കഷ്ടപ്പാടിനെ എങ്ങനെ നേരിട്ടു? മറ്റുള്ളവരിൽ നിന്നുള്ള ദുരിതങ്ങൾ എങ്ങനെ നേരിട്ടു? മറ്റുള്ളവരിൽ നിന്നുള്ള അടിയും അതുപോലുള്ളതായ ഭീകരമായ പ്രയോഗങ്ങളും കർത്താവ് എങ്ങനെയാണ് നേരിട്ടത്? സ്നേഹം കൊണ്ട് മാത്രം.
ചങ്കിലേക്ക് ഒന്നും കൊണ്ട് കുത്തിപ്പോഴും മറുപടിയില്ല, ചോരയും നീരും മാത്രം. അതാണ് മറുപടി. ചങ്കിലേക്ക് കുത്തിയപ്പോഴും ചോരയും നീരുമാണ് മറുപടി. നാം ചിന്തിച്ച് നോക്കൂ, നമ്മുടെ മറുപടി എന്തായിരുന്നു? ടിറ്റ് ഫോർ ടാറ്റ്. ഇങ്ങോട്ട് പറഞ്ഞതിന് നേരെ അതേപോലെ തന്നെ പറയുന്ന സമ്പ്രദായം. ടിറ്റ് ഫോർ ടാറ്റ് എന്ന് ഇംഗ്ലീഷ് പറയും. തിരിച്ചടിക്കാൻ മടിക്കാത്ത വാക്കുകൾ, കോപിച്ച് പറയുന്ന വാക്കുകൾ, ക്ഷമയില്ലാതെ പറയുന്ന വാക്കുകൾ, ചിലരെ അമർഷത്തോടെ കാണുകയോ അമർഷത്തോടെ ചിന്തിക്കുകയും ചെയ്യുന്ന വാക്കുകൾ തന്നെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ. യേശുക്രിസ്തു നമ്മെ നോക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മഹത്വമേറിയ നാമത്തെ അവമാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ദൈവനാമം അവമാനിക്കപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് നാം അവമാനിക്കാൻ ഞാൻ കാരണക്കാരനായി തീരരുത്. കർത്താവിന് നാം ദുഷിക്കപ്പെടാൻ ഞാൻ കാരണക്കാരനായിരിക്കരുത്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദൈവനാമം ദുഷിക്കപ്പെടാൻ ഇടവരരുതെന്നുള്ളത് നിങ്ങൾ തീവ്രമായ ഒരു വ്രതമായിരിക്കണം. വ്രതം നിങ്ങൾ നിഷ്ഠയായിരിക്കണം. ഒരു കാരണവശാലും ഞാനൊരാൾ മൂലം എൻ്റെ യേശു കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടരുത്. എൻ്റെ യേശുവിനെ ആരും അവമാനിക്കരുത്. ഇവനാണോ നിൻ്റെ ദാസനെന്നാരും ചോദിക്കരുത്. ഇവളാണോ നിൻ്റെ ദാസിയെന്ന് ചോദിക്കരുത്. ഇവനാണോ നിൻ്റെ ശിഷ്യനെന്നാരും ചോദിക്കേണ്ടവരരുത്. എൻ്റെ ജീവിതം സമ്പൂർണ്ണമായും വിശുദ്ധമായിരിക്കണം. കറതീർന്ന ജീവിതമായിരിക്കണം. എൻ്റെ സ്വയം മഹത്വമെല്ലാം താഴെ എറിഞ്ഞു കളയണം. ചവിട്ടി താഴെ എറിഞ്ഞു കളയണം. എൻ്റെ സ്വന്തം കഴിവുകളോ സ്വന്തം പ്രതാപങ്ങളോ സ്വന്തം പ്രാപ്തികളോ എല്ലാം താഴെയിട്ട് ചവിട്ടിക്കളയുക. ഒന്നിനും വിലയില്ല. എൻ്റേതെന്ന് പറയുന്ന കഴിവോ എൻ്റേതെന്ന് പറയുന്നതായ സാമർഥ്യമോ എൻ്റെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ എൻ്റെ സ്കിൽ, എനിക്കുള്ളതായ ഏതെങ്കിലും കാര്യത്തിലുള്ളതായ പ്രാവീണ്യമോ ഇതെല്ലാം താഴെ എറിഞ്ഞു കളയുക. എൻ്റേതൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലോ അത് യേശുവിൻ്റേത് മാത്രം. യേശുവിൻ്റെ അല്ലാതെ ഒന്നും എന്നിൽ വേണ്ട. സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം മാത്രം. എനിക്ക് ഒരു മഹത്വം വേണ്ട, എനിക്കൊരു പ്രശംസ വേണ്ട, ആരും എന്നെ മാനിക്കേണ്ട, ആരും എന്നെ കാണണ്ട. സ്തോത്രം. അങ്ങനെയുള്ള നിഷ്കളങ്ക മനസാക്ഷിയോടെ മുമ്പോട്ട് പോകുമ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. ചുരുങ്ങിയൊരു കൂട്ടം മാത്രമേ ഉള്ളൂ. വളരെ ചുരുങ്ങിയ കൂട്ടം മാത്രം. പിതാക്കന്മാർ പാടിയില്ലേ, ജീവകരം മൃതികരം എന്നേവം കണ്ട് ഇരു സരണികൾ സഹദേവന്മാർ വിശുദ്ധന്മാർ 2 വഴികൾ കണ്ടു. ജീവകരമെന്നും മൃതികരമെന്നും, ജീവൻ്റെ വഴിയെന്നും മരണത്തിൻ്റെ വഴിയെന്നും 2 സരണികളുണ്ട്, 2 മാർഗങ്ങളുണ്ട്, 2 വഴികളുണ്ട്. സരണികൾ, മാർഗങ്ങൾ, വഴികൾ കണ്ട് ഇരു സരണികൾ സഹദേവന്മാർ 2ഉം കണ്ടു. അത് നോക്കി നൂതനമായൊരു വഴി സ്വീകരിക്കാൻ അവർ തീരുമാനിച്ചു. പുതിയൊരു വഴി ജീവൻ്റെ വഴിയാണ്. നൂതനമായ വഴിയെ സ്വീകരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ മനസ്സിലായ ദുർഘടങ്ങൾ ഏറെയുണ്ട്. ദുർഘടങ്ങൾ, ഒരുപിടി പ്രയാസം. വിചാരിച്ചതുപോലല്ല. ആത്മീയമായ വഴിയിൽ കൂടി പോകാൻ തുടങ്ങിയപ്പോഴല്ലേ പ്രശ്നങ്ങൾ വരുന്നത്. പാപത്തിൻ്റെ പ്രേരണകൾ വരുന്നു, പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ വരുന്നു, ലോക ഇമ്പങ്ങളുടെ പ്രലോഭനങ്ങൾ വരുന്നു, ലോക സ്നേഹത്തിൻ്റെ പ്രലോഭനങ്ങൾ വരുന്നു, ലോകരുടെ മാന്യതയുടെ പ്രലോഭനങ്ങൾ വരുന്നു, ലോകര് മാനിക്കണമെന്നതായ ആഗ്രഹം പയ്യെ മുട്ടിട്ട് വരുന്നു. എല്ലാം ജീവകരം മൃതികരമെന്ന് ഇരു സരണികളിൽ അത് അടുത്ത് ചെന്നപ്പോഴാണ് ദുർഘടമായ മാർഗമാണ് മനസ്സിലായി. നൂതനമായ വഴി, ജീവൻ്റെ വഴി ദുർഘടമാണ്. സ്തോത്രം. ജീവകരം മൃതികരമെന്നേവം കണ്ടിരു സരണികൾ സഹദേന്മാർ നൂതനമാ ജീവിതമാർജിപ്പാൻ ദുർഘടമാർഗം കാംക്ഷിച്ചാൽ ദുഷ്ടാത്മാവോടു പടവെട്ടി ജയമോടേറി പറയുന്നു ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാ കർത്താവിൻ നാമം തന്നെ. വഴിയിൽ കൂടി പോകുമ്പോഴാണ് പ്രശ്നം. ദുഷ്ടാത്മാവിനോട് പടവെട്ടേണ്ടി വരുന്നു, യുദ്ധം ചെയ്യേണ്ടി വരുന്നു. അതാണ് പോരാട്ടം. നിങ്ങൾ വിചാരിക്കുന്നത് വീട്ടിൽ ഭർത്താവ് ചണ്ടയിടുന്നു, അല്ലെങ്കിൽ ഭാര്യ വഴക്കടിക്കുന്നു, മക്കൾ പഠിക്കുന്നില്ല, ഇതൊക്കെയാണ് പോരാട്ടമെന്ന്. അതൊന്നുമല്ല പോരാട്ടം. പോരാട്ടം ദുഷ്ടാത്മാവാണ്. ദുഷ്ടാത്മാവ്, പൈശാചിക സൈന്യം, ഭൂതങ്ങളുടെ നേതാക്കന്മാർ, ഭൂതങ്ങളുടെ തലവന്മാർ, ദുർഭൂതങ്ങൾ നിങ്ങളെ വീഴിക്കാൻ ശ്രമിക്കുകയാണ്. എവിടെയെങ്കിലും നിങ്ങൾ തട്ടിയിടാൻ നോക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസ ജീവിതം തകർത്തുകളയാൻ നോക്കുകയാണ്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ത്യാഗസന്നദ്ധത നശിപ്പിക്കാൻ നോക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിലുള്ളതെ ആശ്രയം കളയാൻ നോക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധന്മാർ ചെയ്തു. അവർ നടന്ന് ഈ ജീവൻ്റെ വഴിയിൽ കൂടി പോയിട്ട് അവർ അങ്ങ് എത്തിയിട്ട് തിരിഞ്ഞു നിന്ന് പറയുകയാണ്, നിങ്ങൾ ആവശ്യക്കാരാണോ? എന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, വന്നോളൂ. അല്ല, നിങ്ങൾ ഭക്തന്മാരാണോ? എന്നാൽ പോരാൻ പറ്റിയ വഴി തന്നെയാണ്. കഷ്ടപ്പാടുണ്ട്, ശരിയാണ്.
ദുഃഖങ്ങളുണ്ട്, ശരിയാണ്, പോരാട്ടമുണ്ട്, ശരിയാണ്. പക്ഷേ ഇത് ആവശ്യക്കാർക്ക് ആശ്രയമാണ്, ഭക്തന്മാർക്ക് അനുഗാമിയാണ്, ഭക്തന്മാർക്ക് പിറകെ പോകാൻ കൊള്ളാവുന്നതാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദയവായി നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക. മറ്റൊന്നും എല്ലാം മറന്നിട്ട് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക. ഈ ജീവൻ്റെ വഴിയിൽ കൂടി ദുർഘടമായ മാർഗങ്ങളിൽ കൂടി പോകാൻ എനിക്ക് സമ്മതമാണോ? അല്ല, എനിക്ക് നിർബന്ധമാണോ? പലപ്പോഴും ഈ ലോകത്തിൻ്റെ വഴിക്കത്തോട് പോകാനാണ് നമ്മുടെ താല്പര്യം. പക്ഷേ നാം ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ ഈ ദുർഘടമായ വഴിയിൽ കൂടി, എല്ലാവരും അധിക്ഷേപിക്കുന്ന ഈ വഴിയിൽ കൂടി, എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഈ വഴിയിൽ കൂടി, എല്ലാവരും അഗണ്യമാക്കുന്ന ഈ വഴിയിൽ കൂടി, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്ന ഈ വഴിയിൽ കൂടി, ആരോരും തുണയില്ലാതെ ഏകാന്തപഥികനായി പോകാൻ ഞാൻ തയ്യാറാണോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഏകാന്തപഥികൻ എന്ന് പറഞ്ഞാൽ ഏകനായി യാത്ര ചെയ്യുന്നവൻ. ഏകാന്തപഥികനായി പോകാൻ ഞാൻ തയ്യാറാണോ? ദൈവത്തിന് സ്തോത്രം. ഈ ദുർഗമമായ വഴിയിൽ കൂടി, ദുർഘടമായ വഴിയിൽ കൂടി പരിഹാസവും നിന്ദയും ആക്ഷേപവും ദുഷിയും അവമാനവും എല്ലാം സഹിച്ച് എൻ്റെ കർത്താവേ, വിശുദ്ധിയെ പൂർണ്ണമായും കൈമുതലാക്കിക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പൂർണ്ണമായും സ്വത്താക്കിക്കൊണ്ട് പോകാൻ ഞാൻ തയ്യാറാണോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിന്തിക്കൂ. ഇന്ന് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം എല്ലാവരും പോകുന്ന ആ വീതിയേറിയ വഴിയിൽ കൂടി ഞാൻ പോയി, വിശാലമായ വഴിയിൽ കൂടിയാണ് ഞാൻ പോയത്, തെറ്റിപ്പോയി. ഇടുങ്ങിയ മാർഗത്തിലേക്ക് വരാൻ എനിക്ക് സമ്മതമായിരുന്നില്ല. ഞെരുക്കമുള്ള വഴിയിൽ കൂടി ഞെരുങ്ങി പോകാൻ എനിക്ക് സമ്മതമായിരുന്നില്ല. കർത്താവേ, ഇന്നിതാ ഞാൻ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഈ ജീവൻ്റെ മാർഗത്തിലൂടെ പ്രത്യാശാഭരിതനായി സന്തോഷ സമന്വിതനായി പോകാൻ ഞാൻ ഇതാ എൻ്റെ ജീവിതം അർപ്പണം ചെയ്യുകയാണ്. കർത്താവേ, നിന്നോട് ഞാൻ വാക്ക് പറയുകയാണ്. യേശുവേ, എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും നഷ്ടങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ. എല്ലാ നഷ്ടങ്ങളും നിമിത്തം ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാനിതാ എന്നെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എന്നെ നീ നയിച്ചു കൊള്ളണമേ, നടത്തിക്കൊള്ളണമേ, നീ അനുഗ്രഹിക്കണമേ, എൻ്റെ മേൽ നിൻ്റെ കൃപ പകരണമേ. പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ, അതിമനോഹരമായ ഒരു സമയം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥ, അവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആർപ്പിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലൂടെ കൽപ്പിച്ചവനെ, നന്ദിയോടെ സ്തോത്രം. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ ഈ മർത്തി ശരീരമാകുന്ന കൂടാരത്തിൽ എപ്പോഴും ആഘോഷം മുഴങ്ങിക്കൊണ്ടിരിക്കണമേ, സ്തുതിയുടെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കണമേ. ഞങ്ങളെ ആളാമ്പ്രതി തീയാക്കി തീർക്കണമേ. കർത്താവേ, ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും പേരും തൃക്കരം വയ്ക്കണമേ. എല്ലാവരെയും വാഴ്ത്തണമേ, വിശുദ്ധീകരിക്കണമേ, പാവക്കറകൾ തിരക്തത്തിൽ കഴുകി മാറ്റണമേ. എൻ്റെ യേശുവിൻ്റെ വേലയും എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. അത് രണ്ടാമത്തവരിൽ പറന്നു വരുന്ന വിശുദ്ധമായ നിരയിൽപ്പൻ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. യേശുനാഥൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.